ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ മില്ലി ബോബി ബ്രൗണിന്റെ ഏറ്റവും പുതിയ മൂവിയാണ് ഡാംസൽ, അതായത് മഞ്ജുമൽ പ്രിൻസസ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂവിയുടെയും കോൺസെപ്റ്റ് സെയിം ആണ്. ഒരു ഗുഹയിനകത്ത് പോകുന്ന ഒരാൾ ആ ഒരു ഗുഹയിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് സിനിമ സംസാരിക്കുന്നത്. ഇപ്പോൾ മഞ്ജുമലിലാണെങ്കിൽ ആ ഒരു ഗുണ കേവിൻ്റെ അകത്ത് ഫുൾ ഇരുട്ടും കുറച്ച് ഒവ്വാലും പിന്നെ ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. ഇതിലോട്ട് വരുമ്പോൾ ഒരു വലിയ ഗുഹയാണ്, ഓടി കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പോരാത്തതിന് ഇതിൽ ഒവ്വാലല്ല, അതിനേക്കാളും കൂടിയ ഒരു ഐറ്റമാണ് ഡ്രാഗൻ. സോ ആ ഒരു ഡ്രാഗനിൽ നിന്നും അല്ലെങ്കിൽ ആ കേവിൽ നിന്നൊക്കെ എങ്ങനെ പുറത്ത് വരും ആ ഒരു ക്യാരക്ടർ എന്നാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. സോ മൂവി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു കിട്ടില്ല മൂവിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് ആണ്. അത്രയും ഒരു സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. നമ്മളിപ്പം ഒരു ഹോളിവുഡ് ഫാന്റസി മൂവിയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണോ അതുപോലെ തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആണ്. ആ ഒരു ക്വാളിറ്റി നൈസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു ഡ്രാഗന്റെ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളും ആ ഒരു കേവിന്റെ അത് ട്രാപ്പായി പോകുന്ന ലൈക്ക് ആ ഒരു VFX പോർഷൻസ് ആയാലും ആ ഒരു മേക്കിംഗ് ആയാലും കളർ ഗ്രേഡിംഗ് ആയാലും ആ സൗണ്ട് എഫക്ട്സും വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ആ ഒരു സ്റ്റോറി വൈസ് ഒക്കെ നോക്കുമ്പോൾ വലിയൊരു ഇതില്ല. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഡ്രാഗൻ ഇവളങ്ങ് കൊന്നാൽ മതി എന്നൊക്കെ തോന്നിപ്പോ. അങ്ങനത്തെ രീതിയിലാണ് ഒരു മൂവി പോകുന്നത്. മൂവി സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു റെഡി ഓർ നോട്ട് എന്നൊരു മൂവിയുണ്ട്, ഒരു കല്യാണ രാത്രി നടക്കുന്ന കുറച്ച് കാര്യം. അതുപോലെ തന്നെ ഈ ഒരു മൂവിലും സെയിം കോൺസെപ്റ്റ് അല്ലെങ്കിലും അതുപോലത്തെ ഒരു തീമിലാണ് ഈ ഒരു മൂവി മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് കുറച്ച് പോർഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കണ്ടു തീർക്കാം എന്നുള്ള ഒരു ഫീലാണ്. അല്ലാതെ ഒരു അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതായിട്ട് മൂവിയിൽ അധികമൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ മൂവി. മേക്കിങ്ങും ആ ഒരു വിഷ്വലും ഒക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ മൂവിനെ കുറിച്ച് എടുത്ത് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. സോ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കാണാൻ പറ്റിയ ഒരു ഫാന്റസി സർവൈവൽ മൂവി അത്രേ ഉള്ളൂ. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.